ഓണക്കാലമൊക്കെ അല്ലേ, ഇന്ന് നമുക്ക് സാമ്പാർ പൊടി വീട്ടിൽ തന്നെ തയ്യാറാക്കിയാലോ. പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചെറുതാക്കിയിട്ട് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 4 ടേബിൾ സ്പൂൺ മല്ലി, 1.5 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ്, 1.5 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1.5 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്. ഇതെല്ലാം കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെയൊക്കെ അളവുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്താം കേട്ടോ. ഇതെല്ലാം നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് റോസ്റ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു 20 വറ്റൽമുളക് കൂടി ചേർക്കുന്നുണ്ട്. കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു 10 കാശ്മീരി വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലിട്ടിരിക്കുന്ന കറിവേപ്പില ഉണങ്ങി വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ പരുവം. എല്ലാം നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നതിന് ശേഷം തീ ഓഫ് ചെയ്ത് ഇതെല്ലാം ഒന്ന് ചൂട് തണയാൻ വേണ്ടിയിട്ട് വയ്ക്കാം കേട്ടോ. ചൂടാറി തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഈ കൂട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർക്കുക. എന്നിട്ട് ഇത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പരുവാണ് ഉണ്ടാവുക. കാശ്മീരി മുളക് ചേർക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കളർ ഉണ്ടാകും. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരിക. അങ്ങനെ നമ്മുടെ ഈസി ഹോം മെയ്ഡ് സാമ്പാർ പൊടി റെഡി ആയിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള ഒരു കണ്ടെയ്നറിലേക്ക് ഇത് മാറ്റാം കേട്ടോ. ഫ്രിഡ്ജിലോ പുറത്തോ സൂക്ഷിക്കാം.